ഹലോ. ഇന്നത്തെ ഒരു പുതിയ കൗൺസിലിംഗ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയ കഥയാണ് കേട്ടോ. അപ്പോ എന്റെ കൂട്ടുകാരെല്ലാം കഥ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. കഥ കേട്ട് കഴിഞ്ഞാൽ അതിന് അഭിപ്രായവും പിന്നെ ലൈക്സും എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോ നമുക്കിനി കഥയിലേക്ക് കടന്നാലോ. ഇന്നത്തെ കഥ എന്ന് പറയുന്നത് നീനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മേലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേട്ടോ. ആ പെൺകുട്ടിക്കുണ്ടായ ഒരു ദുരനുഭവവും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊരു കഥയാണ് കേട്ടോ. എന്റെ പേര് നീനു. എനിക്ക് ഇപ്പൊ 32 വയസ്സുണ്ട്. ഞാൻ വിവാഹവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞായിരുന്നു. പിന്നെ എന്റെ കോളേജ് പഠനവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് നാട്ടിലായിരുന്നു. പിന്നീടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഒരുപാട് വാശിയായിരുന്നു. ഞാൻ ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ മീൻസ് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വിട്ടാൽ മതി. കാരണം വെച്ചാൽ ആൾക്കാരെല്ലാവരും കൂടെ അവിടെ വന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് എന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പം ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവരെന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ രീതിയിലൊക്കെ. അപ്പോൾ അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഒരേ വാശിയായിരുന്നു. പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊരു ഇതും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഒരു 27ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കഴിപ്പിച്ചോട്ടോ. ആളൊരു സർക്കാർ ജോലിയൊക്കെ ആയിരുന്നു. അപ്പം ആദ്യത്തെ സമയത്താണെന്നുണ്ടെങ്കിൽ ഹണിമൂണും കാര്യങ്ങളും അങ്ങനെയൊക്കെ കൊണ്ട് നല്ലൊരു ദാമ്പത്തിക ബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജിമ്മന്മാരായിട്ടുള്ള ആൾക്കാരില്ലേ, അവരെയായിരുന്നു കൂടുതൽ ഇഷ്ടമൊക്കെ. അപ്പോൾ ഞാൻ ഈ കാര്യം കല്യാണം കഴിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ജിമ്മന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് ഇഷ്ടം. അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പം ഹസ്ബൻഡ് ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ ഒരു ഞൊണങ്ങി ഒരു സ്ലിം ബോഡിയായിരുന്നു കേട്ടോ. അപ്പം ഞാനത് പറയുന്നത് കേട്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അങ്ങനെ ആ സമയം തൊട്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അതായത് തമ്മിൽ ചെറിയ ചെറിയ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഒരു ദിവസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ മൊത്തം ഒരു കലഹത്തിന്റെ ഒരു ഇതായ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ വീട്ടിൽ പോയ സമയത്താണെന്നുണ്ടെങ്കിൽ വീട്ടുകാരൊട്ടും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി നിന്നെ കല്യാണം കഴിച്ചു വെച്ചല്ലേ, പിന്നെയും ഇവിടെ വലിഞ്ഞു കയറി വന്ന് ആ ഒരു ഇതൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെയൊക്കെ ആയ സമയത്താണെന്നുണ്ടെങ്കിൽ മറ്റൊരു വഴിയും ഇല്ലാതായപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. ബാംഗ്ലൂർ പഠിക്കാൻ പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ ബാംഗ്ലൂർ പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ചോദിച്ചിട്ടാണെങ്കിലും പൈസയുടെ കാര്യത്തിൽ ഒരു നിർവാഹമില്ല. പിന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു വഴി എന്ന് പറയുന്നത് എൻ്റെ അമ്മാവനാണ്. ചെറുപ്പത്തിൽ എന്നെ ഒരുപാട് എടുത്തോണ്ട് നടന്നതായിരുന്നു. അപ്പോൾ വേറെ ഒരു വഴിയും ഇല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പതുക്കെ അമ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അമ്മാവിൻ്റെ അടുത്ത് ആദ്യം എനിക്ക് ചോദിക്കാനൊക്കെ മടിയായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മാവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പോൾ എപ്പം ചെന്ന് കഴിഞ്ഞാലും ശരി തന്നെ വീട്ടിൽ വിളിച്ചിരുത്തുകയും ഭക്ഷണം തരികയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ ഒരു അമ്മാവനാണ് കേട്ടോ. ശരിക്കും എൻ്റെ സ്വന്തം അമ്മാവനൊന്നുമല്ല, വക്കീലൊരു അമ്മാവനാണ് കേട്ടോ. അപ്പോൾ അമ്മാവിൻ്റെ അടുത്ത് ഞാൻ പൈസ ചോദിച്ചു. എന്നെ പറഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂർ പഠിക്കാനൊക്കെ പോകാനാണ്. വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ഒന്നും പൈസ കിട്ടുന്നില്ല, അമ്മാവൻ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആ ഒരു സമയത്ത് അമ്മാവനാണെന്നുണ്ടെങ്കിൽ കടവും കഷ്ടപ്പാടും അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ചെന്ന് ചോദിക്കല്ലേ. അപ്പം അമ്മാവനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട എന്നെയാണ് കേട്ടോ. അപ്പം ആ ഒരു കൂട്ടത്തിലാണെങ്കിലും ശരി തന്നെ, ഞങ്ങളുടെ ഒരു കുടുംബത്തിന്റെ കൂട്ടത്തിലാണെങ്കിലും എന്നോട് ഭയങ്കര കാര്യമൊക്കെയാണ്. അപ്പം അമ്മാവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പൈസ തരാം, നീ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പൈസ അയച്ചു തന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ പഠിക്കാൻ പോവാണല്ലോ. അപ്പം പഠിക്കാൻ പോകുന്ന ഞാനിങ്ങനെ അവിടെ പോയി പൈസ അയച്ചു കൊടുക്കാം എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പം അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ബാംഗ്ലൂരിലല്ലേ പഠിക്കാൻ പോകുന്നത്, അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പൈസയൊക്കെ കണ്ടുപിടിക്കാനുള്ള മാർക്ക് നിനക്ക് കിട്ടും, നീ പതുക്കെ അങ്ങോട്ട് പോയാൽ മതി എന്നിങ്ങനെ പറഞ്ഞു.
അങ്ങനെ ഞാൻ പതുക്കെ ബാംഗ്ലൂർക്ക് വണ്ടി കയറി കേട്ടോ. വണ്ടി കയറാനുള്ള കാശും കാര്യങ്ങളും എല്ലാം അമ്മാവനായിരുന്നു തന്നത്. അപ്പോൾ ബസ്സായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. ട്രെയിൻ ചൂസ് ചെയ്യാൻ എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് വെച്ചാൽ ബസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ബസ്സും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. സമയം ഒരു 6 മണിയൊക്കെ ആയപ്പം, സന്ധ്യ സമയമായപ്പം ബസ് ഇതേപോലെ ഒരു സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഓട്ടോ വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ഓട്ടോ വിളിച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടോ. ഞാൻ ബസ് കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവര് ആ ഒരു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ബസ്സിന്റെ മൂലയ്ക്ക് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരും എടുക്കത്തില്ല എന്നൊരു ഉറപ്പിലായിരുന്നു ഞാൻ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ അടുത്തിരുന്ന് ആ ഒരു എൻട്രി സീറ്റ് ഉണ്ടല്ലോ, അവിടെ ഞാൻ കയറിയിരുന്നിട്ട് ഒരു വിൻഡോ സീറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു സീറ്റ് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ആരായിരിക്കുന്നതെന്ന് ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ആരായാലും ഒരാൾ വരുമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പം ആരെങ്കിലും വരട്ടെ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഓരോ ആൾക്കാർ ഓരോ സീറ്റിലിങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം തൊട്ടപ്പുറത്തുനിന്ന് ഒരു ഫാമിലീസോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു ലേഡീസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന ഒരു ആൾക്കാർ, അത് ഒരു കോളേജ് പിള്ളേരാണെന്ന് തോന്നുന്നു കേട്ടോ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആരോ മറ്റാണ്. അപ്പം അവരെ കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുകയും ചെയ്തു ഒന്നുകിൽ പഠിക്കാൻ പോകുന്ന പിള്ളേരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുന്ന സമയത്താണ് ഒരാൾ എൻ്റെ അടുത്ത് ഞാൻ വന്നിരുന്നു. ആൾക്ക് അത്യാവശ്യം പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു കേട്ടോ. അത്യാവശ്യം പ്രായം എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് ഒരു 10-15 വയസ്സൊക്കെ ഡിഫറൻസ് എന്നെക്കാളുണ്ട് കേട്ടോ. അത്ര ഡിഫറൻസ് ഒക്കെ തോന്നിക്കുന്നുണ്ട് ആളെ കണ്ട സമയത്ത്. അപ്പോൾ ഞാനും അയാളോട് ഒരുമിച്ച് യാത്ര ചെയ്യായിരുന്നു കേട്ടോ. യാത്ര ചെയ്യുന്ന സമയത്ത് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ബാംഗ്ലൂരിൽ ആദ്യമായിട്ടാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ്, മുൻപ് പോയിട്ടില്ല, ഇപ്പം പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അവർ ലവ് ബേർഡ്സ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ പതുക്കെ അവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ നിന്നിട്ട്. അപ്പോൾ ഞാനും അയാളും ഒരുമിച്ചിരിക്കുകയായിരുന്നു. അപ്പം അത് കണ്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, ഇതൊക്കെ സ്വാഭാവികമാണ്, ഇവിടെ ബാംഗ്ലൂർ ആദ്യമല്ലേ, പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, കുറച്ച് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടോ, കാഴ്ചകളും കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ നാളും ഇങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് പുറത്ത് പോകാനൊരു ചാൻസ് കിട്ടിയതല്ലേ, അപ്പം ഞാൻ മാക്സിമം അത് അടിച്ചു പിടിച്ചൊരു സെറ്റ് ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ പുറത്തൊക്കെ. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, എന്താ എനിക്ക് കഴിക്കാൻ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ആളും ഓക്കെ ആയി. ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറയാനൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ആളിൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും അതൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം സംസാരിച്ചിരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ആളുടേത്. അപ്പോൾ ഒരു പൊതുയാത്ര എന്ന പോലെ തന്നെ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. ബാംഗ്ലൂരിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ അവിടുത്തെ ഒരു സ്ഥലങ്ങളെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ ഡ്രസ്സിങ് സ്റ്റൈലിനെ കുറിച്ചാണെങ്കിലൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അയാളുടെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ വന്നിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മറുപടി പറയാൻ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആളെൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും അതൊക്കെ ഒരു ഫ്രണ്ടിൽ തന്നെ പറഞ്ഞു കേട്ടോ. ആദ്യം തന്നെ ഞാൻ ചോദിച്ച സമയത്ത് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കേട്ടിട്ട് അവിടുത്തെ ഒരു സ്വപ്ന ലോകത്തേക്ക് ഞാനിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് മോഹിച്ചൊക്കെ എനിക്കാട്ടോ ചെന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം, പിന്നീട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ കേട്ടോ. അപ്പൊ പെട്ടെന്ന് ആളെൻ്റെ അടുത്ത് പറഞ്ഞു,
എനിക്ക് ടൂർ പോകാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അവിടെ വണ്ടിയൊക്കെ ഉണ്ട്, സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എന്നെ കൊണ്ടും പോവാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട ചേട്ടാ, ഞാനവിടെ ചെന്നിട്ട് നോക്കട്ടെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു, വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാം പോയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നിർബന്ധിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ മാക്സിമം ഒഴിഞ്ഞു മാറുന്നുണ്ട്, കാരണം ഒരു സ്ട്രേഞ്ചർ ആണല്ലോ ആള്. അപ്പം കൂടുതൽ അടുപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നിന്ന് കേട്ടോ. എനിക്ക് അങ്ങനെ താല്പര്യമില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നത്. അപ്പോഴേക്കും വണ്ടി കുറച്ച് ദൂരം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ആ സമയമായപ്പം രാത്രിയായപ്പോൾ എനിക്ക് പതിയെ ഉറക്കം വന്നു തുടങ്ങി. ഞാൻ അത്യാവശ്യം ഉറക്കത്തിന്റെ ഒരാളായിരുന്നു കേട്ടോ. അപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ അല്ലെന്നുണ്ടെങ്കിൽ അപ്പം രാത്രി ഒരു 9 മണി 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്ന ടൈപ്പാണ് കേട്ടോ ഞാൻ. അപ്പം ആളും ഉറക്കം വരുന്നുണ്ട്, ആൾക്കും ഉറക്കം വന്നിങ്ങനെ ഇരിക്കുന്നതൊക്കെ എനിക്കിങ്ങനെ തോന്നി കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരു തല ഇങ്ങനെ ചാരി വെച്ചു, തൊട്ട് ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചാരി വെച്ചു. എന്നിട്ട് ഞാനിങ്ങനെ കിടന്നു. അപ്പം ഫ്രണ്ടില് ആ പിള്ളേർ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതെല്ലാം ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പം എനിക്കൊരു ചമ്മലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ ഞാനിങ്ങനെ നോക്കി. ആൾക്കാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ആളിതൊക്കെ കണ്ടിട്ട് ഓൾറെഡി കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ, അതുകൊണ്ട് ആൾ കൂളായിട്ട് തന്നെ ഇരുന്നു. അങ്ങനെ പതുക്കെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ടോ. ഉറങ്ങി എനിക്കൊരു പ്രശ്നമുണ്ട്. ബസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പെട്ടെന്ന് ആരുടെങ്കിലും തോളിലോട്ട് ഇങ്ങനെ ചാരി വരും കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം ഞാൻ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ആളുടെ ആ ഒരു തോളിലോട്ട് ഇങ്ങനെ ചാരി കിടക്കും. അപ്പം ആളറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ആ സമയത്തും ഏകദേശം ഒരു 3 മണിയൊക്കെ ആയ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഉറങ്ങിക്കിടന്നു വെച്ചാൽ ആളുടെ തോളിലോട്ടായിരുന്നു എന്ന്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലെത്തി കേട്ടോ. എത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ പുള്ളിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതുവരെയാണെന്നുണ്ടെങ്കിലും പുള്ളി ആ ഒരു സമയം വരെ അവിടെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നു കേട്ടോ. അപ്പം ആ സമയം വരെയാണെന്നുണ്ടെങ്കിൽ ആള് നല്ല സപ്പോർട്ടായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു, എനിക്ക് നല്ല ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിൽ ചെന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. ഒരാളുടെ പേര് പ്രിയ എന്നാണ്, ഒരാളുടെ പേര് മീര എന്നാണ്. 2 പേരാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഫാമിലി വന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. പക്ഷെ അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ പൈസ കൊടുക്കുന്നില്ല. കാരണം ഇവിടുത്തെ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ വീട്ടുകാർക്ക് അറിയാം. കാരണം പൈസ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അവരെ അടിച്ചു പിടിച്ച് നടക്കാനാണ്. അങ്ങനെ പഠിത്തവും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പം പഠിത്തത്തിന് ആവശ്യത്തിനുള്ള കാശ് മാത്രമേ ഇവർക്ക് കൊടുക്കുന്നുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ അവസ്ഥയെക്കുറിച്ചും പിന്നെ എൻ്റെ ആ ഒരു പാസ്റ്റ് കല്യാണം കഴിഞ്ഞ കാര്യങ്ങളും അതെല്ലാം ഞാൻ അവരുടെ അടുത്ത് ഷെയർ ചെയ്തോ. ഷെയർ ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിനെ കുറിച്ച്, അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പിന്നെ അവരുടെ ലൈഫ് ഇപ്പം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കത് പറഞ്ഞു തരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവരുടെ സംസാരത്തിലാണെങ്കിലും അവരുടെ ആ പെരുമാറ്റത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2 പേരും അവിടെ പല 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 രീതിയിലുള്ള പരിപാടികളും ഒക്കെ ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇതെന്ന് വെച്ച് അവരുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് ഞാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ചെന്ന് കയറിയ ഒരാളെന്ന രീതിയിൽ എൻ്റെ അടുത്ത് അധികം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ആദ്യം. അപ്പം ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കായിരുന്നു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒരു ഡാൻസ് ബാറിൽ ഇങ്ങനെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കിട്ടും, അവിടെയാണ് അവർ ചില സമയത്ത് പോകാറുള്ളത്. ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും. അപ്പം അത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അത് നല്ലൊരു കാര്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഓക്കെയാണ്, പൈസ എന്നിവിടെ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. കാരണം വെച്ചാൽ എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടുത്തെ കാര്യം പറഞ്ഞു, ഞാനിവിടെ കൂടുന്നുണ്ട് നിങ്ങളുടെ കൂടെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവരുമായിട്ട് ഓരോ ദിവസമാണെന്നുണ്ടെങ്കിലും ഓരോരോ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും.
അപ്പം ഡാൻസ് കളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സും കാര്യങ്ങളായിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇത്ര മണിക്കൂറുണ്ട് കേട്ടോ, ഏകദേശം ഒരു 3 മണിക്കൂർ 4 മണിക്കൂറത്തെ ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം ആ ഒരു സമയത്താണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ചു പോരുകയും ചെയ്യാം. അപ്പം നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ഞങ്ങൾ 3 പേരും തമ്മിൽ നല്ല രീതിയിലൊരു കമ്പനി ആയിട്ടോ. അവരുമായിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി, കൂടുതൽ ഇടപെടാൻ തുടങ്ങി. അങ്ങനെയപ്പം അവരുടെ പൈസ ഉണ്ടാക്കുന്ന സീക്രട്സും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ തുടങ്ങി. അവർ പൈസ ഉണ്ടാക്കുന്ന വിഷയം ഡാൻസിൽ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ടിപ്സ് കൂടുതൽ തന്നെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാണണം എന്നവർ പറയും. അപ്പം ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അവരുടെ കയ്യിൽ നിന്നുള്ള പൈസയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അയ്യം ചെയ്യാൻ പറ്റുന്നത് എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകണ്ട, കുറച്ച് പൈസ ഉണ്ടാക്കണം. അത് ഈ ഡാൻസ് ചെയ്തിട്ടാണെങ്കിലും ശരി തന്നെ അത്യാവശ്യം ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടെങ്കിലും ഒരു പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഡാൻസ് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടുണ്ട്, ഫ്രണ്ട് മീര എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ഒരാൾക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, മീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ഡാൻസ് കാണുക പോകുക, അല്ലെങ്കിൽ എൻ്റെ ഡാൻസും എൻ്റെ പ്രൊഫഷനും അത് ഞാൻ ചെയ്യും, പിന്നെ അവിടെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് റൂമിലേക്ക് പോകും, അല്ലാതെ എനിക്ക് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം മേരി എന്നെ കുറിച്ച് കൂടുതൽ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഈ വന്നു കയറിയൊരു സൗഭാഗ്യമാണ്, ആൾക്ക് ജസ്റ്റ് കാണണം എന്നല്ലേ പറഞ്ഞോളൂ. അപ്പം നീ ഒരു കാര്യം ചെയ്ത് ആളത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരാളാണ്, നീ അവിടെ ചെന്നതിന് ശേഷം ആളുടെ ഒന്ന് സംസാരിച്ചിട്ട് നോക്ക്, ചില സമയത്താണെന്നുണ്ടെങ്കിൽ നിന്റെ തലവരെയും തെളിഞ്ഞാലോ എന്നിങ്ങനെ പറഞ്ഞു ആ ഒരു കാര്യം. അപ്പൊ എനിക്ക് തോന്നി, മീൻസ് കുഴപ്പമൊന്നുമില്ലല്ലോ, സാധാരണ ഒരു മനുഷ്യനായിരിക്കുമല്ലോ, നമുക്കൊന്ന് പോയി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ എന്താ ഒന്ന് പോകാം എന്നിങ്ങനെ വിചാരിച്ചു. അപ്പം ഞാൻ മീരടുത്ത് ചോദിച്ചു, ഈ ഒരു കോസ്റ്റ്യൂം മതിയോ അതോ വേറെ എന്തെങ്കിലും ഒരു കോസ്റ്റ്യൂം വേണം എന്നിങ്ങനെ ചോദിച്ച സമയത്ത് മീര എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് മതി, ഇത് നല്ലൊരു ഡ്രസ്സും കാര്യങ്ങളും, ഇത് കണ്ടിട്ടാണല്ലോ അയാൾക്ക് കാണുമെന്ന് പറഞ്ഞത്, അപ്പം നീ ഇത് ഇട്ടിട്ട് പോക്കോ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പം മീര പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അവിടേക്ക് പോയി. അവിടെ പോയ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ 3 പേരുണ്ടായിരുന്നു കേട്ടോ. 3 പേർക്കാണെന്നുണ്ടെങ്കിൽ ശരി തന്നെ ഇങ്ങോട്ട് സംസാരിക്കാനും എല്ലാവരും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നിന്നൊരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു, ഇത് കുറച്ച് ടിപ്പായാൽ മതി എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പോയിട്ടോ. എന്താ പറയുക, പെട്ടെന്ന് ചെന്ന സമയത്ത് എൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ സമയത്ത് നമുക്കൊരു കൊതി തോന്നുമല്ലോ. അങ്ങനെ നല്ലൊരു പൈസയും കാര്യങ്ങളൊക്കെ എനിക്ക് കൈ കിട്ടി. അപ്പോൾ അവരെൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് അത്യാവശ്യം എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അങ്ങനെ ഒരാളാണോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് ടൈപ്പ് എൻജോയ്മെൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് അറിയാനുള്ളൊരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു എന്ത് എൻജോയ്മെൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, മറ്റൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ പോകണം, ഇതുപോലെ ഒന്ന് കറങ്ങുകയും കാര്യങ്ങളൊക്കെ വേണം, അതൊക്കെയുള്ളൂ, അങ്ങനെയുള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമൊന്നുമില്ല, എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം പൈസയുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നോർമലായിട്ട് ജസ്റ്റ് കറങ്ങാനും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു കൂട്ടാണ് ആ ഒരു ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇതേപോലെ ഓക്കെയാണ്. പിന്നെ എനിക്ക് 2 ഫ്രണ്ട്സുകളുണ്ട്, മീരയും പിന്നെ പ്രിയയും, അവർക്കും പൈസയുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അവരിപ്പം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും എന്നിങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു മുഖ്യ തലവൻ എന്ന് പറയുന്ന പോലെ ഒരു ആളുണ്ടായിരുന്നു കേട്ടോ, അതിൽ മെയിനായിട്ടുള്ള ഒരാൾ. അപ്പം ആള് എൻ്റെ അടുത്ത് ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ആളൊരു എസ്റ്റേറ്റ് മുതലാളിയാണ്, അതായത് ബാംഗ്ലൂർ തന്നെയുള്ള എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും മുതലാളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആൾക്ക് എൻ്റെ സംസാരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി ഈ ഒരു സ്റ്റോറിയുടെ ബാക്കി ഭാഗം ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സ്റ്റോറിക്ക് ഒരുപാട് ലെങ്ത് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ കുറയ്ക്കുന്നത്.
അപ്പം ഇതിന്റെ ബാക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ.